2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് റിയാക്റ്റായി ഒരാൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. അസ്സലാമു അലൈക്കും, നിങ്ങളെ വീഡിയോ കണ്ട് ജോലി പോവാതെ സൂക്ഷിക്കൽ മസ്ലഹത്തിന് വേണ്ടിയല്ലേ എന്നായിരുന്നു അയാളുടെ ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറുപടി ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്, കാരണം നമ്മളിൽ പലർക്കും അങ്ങനെയുള്ളൊരു സംശയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹക്ക് ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒഴിവാക്കപ്പെടുക എന്നുള്ളത്, ജോലി പോവുക, നഷ്ടപ്പെടുക എന്നുള്ളതൊരു മസ്ലഹത്ത് ഒരിക്കലുമല്ല, ഒരു നന്മ ഉദ്ദേശിച്ച് ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല. കാരണം സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടവരുണ്ട്, നാട് കടത്തപ്പെട്ടവരുണ്ട്, കുത്തുവാക്കുകൾ കേട്ട് എല്ലാവരെ കൊണ്ട് പരിഹസിക്കപ്പെട്ടവരുമുണ്ട്. അങ്ങനെ പല സങ്കടങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളുമൊക്കെയാണ് ഈ സത്യം പറഞ്ഞതിൻ്റെ പിന്നാലെ പല മഹാന്മാർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യമായ കാര്യമെങ്കിലും, ദീനിൽ നിർബന്ധമായും പറഞ്ഞിരിക്കേണ്ട കാര്യമെങ്കിലും ഹറാമുകൾ നടക്കുമ്പോൾ അതിൻ്റെ വിരുദ്ധമായ ചില വാക്കെങ്കിലും പറയാനുള്ള യഥാർത്ഥ കരുത്തും മനസ്സും ധൈര്യവും നമ്മൾക്ക് വേണം. അപ്പോൾ പലരും ചോദിക്കും, അല്ല റിസ്ക്കിൻ്റെ ഒരു വഴിയല്ലേ, റിസ്ക് എന്നുള്ളത് ഒരു മനുഷ്യൻ അത്യാവശ്യമല്ലേ, ഭക്ഷണ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥൊരു മുഅ്മിനിന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹു റിസ്ക് തരുന്നവനാണ്. അള്ളാഹു യർസുഖ് മൻ യശാ, എവിടെ ഉണ്ടെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അള്ളാഹു തആല റിസ്ക് എത്തിച്ചിരിക്കും. പർവ്വതത്തിൻ്റെ മുകളിൽ ജീവിക്കുന്ന ചെറിയൊരു പറവകൾക്ക് പോലും അള്ളാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മത്സ്യങ്ങൾ അത് സമുദ്രത്തിൻ്റെ ആഴത്തിലാണെങ്കിലും അള്ളാഹു തആല അതിനൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ ജീവികൾക്കും, അള്ളാഹു പടച്ച ഓരോ ജീവികൾക്കും അള്ളാഹു ഭക്ഷണം എത്തിച്ചു കൊടുക്കും. പിന്നെ മനുഷ്യർക്ക് എന്താ? മനുഷ്യർ അള്ളാഹുവിനെ ആരാധിക്കുന്നവരല്ലേ. അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്കെന്ന് മാത്രമല്ല, ലോകത്ത് അള്ളാഹു റഹ്മാനുർ റഹീം, എല്ലാവർക്കും അള്ളാഹു തആല നിഅമത്ത് ചെയ്യുന്നവനാണ്, റിസ്ക് നൽകുന്നവനാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരാളും അത് അങ്ങനെ അള്ളാഹു റിസ്ക് എനിക്ക് തന്നിരിക്കും എന്ന് പറയുന്ന പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ ഈമാനികമായ വിപ്ലവം തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഒരിക്കലും ജോലി പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യവും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഇദ്ദേഹത്തിനും ബാക്കി അങ്ങനെയുള്ള സംശയമുള്ളവർക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം. എന്നിരുന്നാലും അല്ലാഹു തആല നമ്മളെ വിജയിപ്പിക്കട്ടെ. ഇന്നു മുതൽ നമ്മുടെ 30 ദിവസത്തിൻ്റെ ഫിഖ് ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നിസ്കാരം, നോമ്പും അതുപോലെ തന്നെ തുടങ്ങിയ മറ്റു കർമ്മശാസ്ത്രമായ വിഷയങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് സംസാരിക്കാനിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക. റമദാൻ മാസം അല്ലാഹു തആല നമുക്ക് അനുകൂലമായി സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.